താമരപ്പൂ മാലയിട്ട് പൊട്ടു തൊട്ടു സൂര്യപുത്രി റെഡി. ഇനിയിപ്പോ അച്ഛന്റെ ബാഗ് കൂടി ഒന്ന് ഒരുക്കി കഴിഞ്ഞാ ഓക്കെ. അച്ഛന്റെ ബാഗൊക്കെ ഒരുക്കി കഴിഞ്ഞു. നമുക്കെന്താ 2-3 ജോഡി ഡ്രസ്സല്ലേ ഉള്ളൂ, അത് അമ്മ എടുത്തു വെക്കുകയും ചെയ്തു. അതെന്തിനാ? ഞാൻ ചെയ്യില്ലായിരുന്നോ? പണ്ടൊക്കെ ഞാനല്ലേ അച്ഛൻ യാത്ര പോകുമ്പോ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിരുന്നത്. ഓ, പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പൊ. ഞാനത് ഓർത്തില്ല. എന്താ മോളെ ഇത്? എന്താ ഈ പറയുന്നേ? ഇതേ വേണമെങ്കിൽ അച്ഛൻ ആ ബാഗ് ഇങ്ങോട്ട് എടുത്തോണ്ട് ഒന്ന് ഇവിടെ കുടഞ്ഞിടാ. മോള് തന്നെ എല്ലാം മടക്കി എടുത്തു വെക്ക. വേണ്ട. പിന്നെന്താ? ഈ ബുക്സ് ഓടി വെക്കാൻ സ്ഥലമുണ്ടോ? മുന്തമ്മാമ വാങ്ങി തന്ന ബുക്സാ. അന്ന് കോച്ചിങ്ങിന് പോയി തുടങ്ങിയപ്പോ അച്ഛൻ ഓർക്കുന്നില്ലേ? ഓ, മുകുന്ദേട്ടന്റെ എല്ലാ അനുഗ്രഹവും എന്റെ മോളോടൊപ്പം ഉണ്ടാവും. പാവം ഇന്നിവിടെ ഉണ്ടാവേണ്ടിയിരുന്നതാ. ദേ, താൻ എന്റെ ബാഗ് അടുക്കി വെച്ചു എന്ന് പറഞ്ഞ് പരിഭവിച്ചിരിക്കുക ഒരാള്. അയ്യോ, ഞാൻ ഓർക്കാതെ. ഓർക്കില്ല അല്ലേലും. വേണ്ട, ഇനിയ സബ്ജക്റ്റ് വേണ്ട. പിന്നെ കഴിഞ്ഞ തവണ ഡൽഹി പോയപ്പോ അമ്മ തന്ന സ്വെറ്ററും ബ്ലാങ്കറ്റും ഇനി ആവശ്യം വരിക. മിസോറി എന്ന് പറഞ്ഞാലേ നല്ല തണുപ്പുള്ള സ്ഥലമാ. ഇനിയിപ്പോ ബാഗിലൊന്നും സ്ഥലമില്ല. അവിടെ ചെന്നിട്ട് പുതിയൊരെണ്ണം വാങ്ങിയാ മതി. മാഷിന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടാ. എന്താ എനിക്ക് പകരം താൻ പോവോ? എന്താ ശാരദേ? ഈയിടെയായി അലച്ചിലായിരുന്നു, അതാ എനിക്ക് പേടി. പിന്നെ അങ്ങോട്ട് മാത്രമല്ലേ ഇവള് കൂടെ ഉള്ളൂ. പിന്നെ തനിച്ചു വരണ്ടേ ഇത്രയും ദൂരം? എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനും മോളും കൂടി അവിടെ തന്നെ അങ്ങ് താമസിക്കാം. എന്നിട്ട് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് പോരാം. എന്താ പോരെ? അല്ല പിന്നെ വെറുതെ അമ്മ ചുണ്ടി പിടിപ്പിക്കാതെ അച്ഛാ. ശരിക്കും പറഞ്ഞ അച്ഛനെ തനി ഇങ്ങോട്ട് തിരികെ വിടാൻ എനിക്കുണ്ട് പേടി. ആ, ഗ്രീഷ്മ മോള് പണ്ട് പറഞ്ഞതുപോലെ യഥാ മാതാ തഥാ പുത്രി. അല്ല, അവളെവിടെ? അതിനെന്തോ പറ്റിയിട്ടുണ്ട് മാഷേ. പഴയ ഊർജ്ജ ഉത്സാഹം ഒക്കെ അങ്ങ് കുറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചു. വർത്താനം പറയുന്ന പോലും കുറവാ. മുകുന്ദമ്മാമ മരിച്ചേ പിന്നെയാ ഗ്രീഷ്മ ഇങ്ങനെ ആയത്. അതെന്താന്നാ മനസ്സിലാവാത്തെ? ഒരു സഹജീവിയോടുള്ള അനുകമ്പ, അതാ കാര്യം. ആ കുട്ടി ആദ്യം പരിചയപ്പെടുമ്പോ ഇത്ര സെൻസിറ്റീവാണെന്ന് തോന്നിയതേയില്ല. പിന്നെ നിങ്ങൾ രണ്ടാളും അവളെ ഒരു അന്യയായിട്ട് കാണരുത്, ഒറ്റപ്പെടുത്തരുത്. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെയാണോ ഞങ്ങൾ ഗ്രീഷ്മ ചേച്ചിയെ കാണുന്നത്?
അച്ഛന്റെ സ്വഭാവത്തിന് കാര്യമായി മാറ്റമുണ്ട് ചേച്ചി. മുമ്പ് ഗ്രീഷ്മ ചേച്ചിയോട് അച്ഛൻ ഇത്ര സ്നേഹമൊന്നുമില്ലായിരുന്നു. കുറച്ചെങ്കിലും അടുത്തറിയുമ്പോഴല്ലേ മോളെ സ്നേഹവും വെറുപ്പും ഒക്കെ ഉണ്ടാവുന്നത്. പാവ ആ കുട്ടി. ആ, അപ്പൊ യാത്രക്കുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. രാവിലെ 10 മണിക്ക് കാറ് വരാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇറങ്ങണം. കഴിഞ്ഞ തവണത്തെ പോലെ ഇറങ്ങി ഓടാനിടയാവരുത്. നീ പോയി ആ ഗ്രീഷ്മ എന്ന് വിളിക്കും മോളെ. ഇങ്ങോട്ട് വരാൻ പറ. ചെല്ലേ. ആഹാ, ചേച്ചി ഇവിടെ വന്ന് നിൽക്കുകയാണോ? ദാ അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്. എത്ര കഷ്ടപ്പെട്ടിട്ടാ ഞങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി വെച്ചെന്നറിയോ? ചേച്ചി എന്താ അങ്ങോട്ടൊന്ന് വരാഞ്ഞേ? വിളിക്കാന്ന് വെച്ചപ്പോ അമ്മ പറഞ്ഞു വേണ്ട, അതിനെ ശല്യം ചെയ്യണ്ടെന്നൊക്കെ. എന്തു പറ്റി? കളിച്ചും ചിരിച്ചും നടന്നിരുന്ന ആൾക്ക് പെട്ടെന്നൊരു മാറ്റം. പതിവില്ലാത്തോരോ ശീലങ്ങൾ പഠിക്കുക. ഏയ് ഒന്നുമില്ല ദേവു. അത് ശരി, നല്ല പാർട്ടിയാ. ഗ്രീഷ്മ മോളെ വിളിക്കാൻ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ ഒന്ന് വർത്തമാനം പറഞ്ഞു നിൽക്കുക. അവിടെ ചേച്ചി അന്വേഷിക്കുന്നുണ്ട്. എടുത്തോ, എടുത്തു വെച്ചോ, അങ്ങോട്ട് കൊണ്ടുപോയോ, ഇങ്ങോട്ട് കൊണ്ടുപോയോ എന്നൊക്കെ ചോദിക്കുന്നു. ചേച്ചി ഇനി പോകുന്നത് വരെ അതെടുത്തോ ഇതെടുത്തോ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോട്ടെ. ചെല്ല്. എന്താ മോളെ, അവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ച് അടങ്ങുന്നുള്ള വാശിയില്ല? വേണ്ട, ഈ മുഖത്തുനിന്ന് പോലും ആർക്കും വായിച്ചെടുക്കാവുന്ന ഒരു മാറ്റം അത് വേണ്ട മോളെ. അറിഞ്ഞിട്ട് ആർക്കും ഒന്നും ചെയ്യാനില്ലെങ്കിൽ പിന്നെ വെറുതെ എന്തിനാ? എല്ലാം മനസ്സിൽ സൂക്ഷിച്ചാ മതി. എന്നിട്ട് മാറ്റിവെച്ച ആ കളിയും ചിരിയും ബഹളവുമായിട്ട് ഇവിടെ ഉണ്ടാവണം. ദേവുമോള് പോയി കഴിയുമ്പോൾ ആ ഒരു ശൂന്യത ഇവിടെ ഉണ്ടാവരുത്. മോള് വിചാരിച്ചാൽ. എത്ര നാളത്തേക്ക് പറയും മാഷേ? എത്ര നാളത്തേക്ക് എനിക്കിവിടെ നിൽക്കാനാവും? ഇപ്പോ പ്രോജക്റ്റ് കഴിയുന്നതിന് മുമ്പേ ഇവിടുന്ന് പോണമെന്ന് തോന്നുക. ഇത്രയും നാളും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മാഷാണ് എൻ്റെ അച്ഛനെന്ന്. കല്യാണിയും ദേഹവും ശാരദാമ്മയും ഒക്കെ എൻ്റെ ആരോഗ്യമാണെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഇനി എന്ത് പ്രതീക്ഷയില്ല മാഷെ ഞാനിവിടെ നിൽക്കേണ്ടത്? സ്വയം ഒറ്റപ്പെടുത്തിയും താനിവിടെ ആരുമല്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചും മോള് തന്നെ എല്ലാം അറുത്തു മാറ്റുക. അപ്പോ അത് വേണ്ട. സ്വന്തം മകളായിട്ട് നോക്കണമെന്ന് പറഞ്ഞ് മുകുന്ദേട്ടൻ എന്നെ ഏൽപ്പിച്ചതാ നിന്നെ. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതീക്ഷ നഷ്ടമാവുന്ന ഒരവസ്ഥ മോളായിട്ടുണ്ടാക്കരുത്. അതാ ആത്മാവിനോട് ചെയ്യുന്ന വലിയൊരു അപരാധ. ഇല്ല മാഷേ, പക്ഷേ നിങ്ങളൊക്കെ തരുന്ന സ്നേഹം ഇനി എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഒരു വിലങ്ങുതടിയാവുമെന്നൊരു പേടി. അതുകൊണ്ട് ആരും ഒരുപാട് എന്നെ സ്നേഹിക്കരുത്. അതേ അളവിൽ തിരിച്ചു തരാൻ ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല. മോൾ എന്താ പറഞ്ഞു വരുന്നേ? ഒന്ന് കണ്ടുപോലും കൊതി തീരും മുമ്പ് എൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയവനോടുള്ള ആ വില്യമ്മനോടുള്ള കണക്ക് എനിക്ക് തീർക്കണം. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. നിങ്ങളൊക്കെ തരുന്ന സ്നേഹം ഇനി എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഒരു വിലങ്ങുതടിയാവുമെന്നൊരു പേടി. അതുകൊണ്ട് ആരും ഒരുപാട് എന്നെ സ്നേഹിക്കരുത്. അതേ അളവിൽ തിരിച്ചു തരാൻ ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല. മോൾ എന്താ പറഞ്ഞു വരുന്നേ? ഒന്ന് കണ്ടുപോലും കൊതി തീരും മുമ്പ് എൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയവനോടുള്ള ആ വില്യമ്മനോടുള്ള കണക്ക് എനിക്ക് തീർക്കണം. അതാ ഇനി എൻ്റെ മുമ്പിലുള്ള ലക്ഷ്യം. അവിടെ ആരുടെ സ്നേഹവും കണ്ണീരും എനിക്ക് പ്രശ്നമാവരുത്. വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിക്കണ്ട. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് മോളുടെ അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ആ മനസ്സ് പോലും അവന് മാപ്പ് കൊടുത്തതാ. എന്നിട്ടിപ്പം മോളായിട്ട്. ആ അച്ഛൻ്റെ മോളായതുകൊണ്ട് തന്നെയാ എനിക്ക് അവനോട് പൊറുക്കാൻ കഴിയാത്തത്. ഈശ്വര, എന്തൊക്കെയാ ഈ കുട്ടിയുടെ മനസ്സിൽ?
പോയിട്ട് വരട്ടെ അമ്മേ. മോളെ, ഈശ്വരനെ മനസ്സിൽ വിചാരിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അമ്മ പ്രാർത്ഥിക്കാം. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു നിലയിലെത്തണം എൻ്റെ മോള്. ചേച്ചിയെ പോലെ ആവരുത്. ചേച്ചി, എന്താ ഇത്? ഒരു നല്ല കാര്യത്തിന് പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴാ ആ വണ്ടി വന്നു, നമുക്കിറങ്ങാം. ഹലോ, ആ വണ്ടി ഇങ്ങോട്ടെടുക്കൂ. ആ മതി മതി മതി. ഒന്നും എടുക്കാൻ മറന്നില്ലല്ലോ. ഇല്ല. ടിക്കറ്റ്? ആ ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ആ, പോകുന്ന വഴി എവിടെന്നെങ്കിലും ഫോൺ ചെയ്യാൻ സൗകര്യം കിട്ടിയാ ഒന്ന് വിളിക്കണേ മോളെ. സൗകര്യം കിട്ടാതെ എന്താ, ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങി വിളിച്ചാ പോരെ? വിളിക്കാം. ദാ ഇത് വെച്ചോ. എന്താ ഇത്? കണ്ടിട്ടില്ലേ, മൊബൈൽ ഫോൺ. ഇത് ദേവൂട്ടിക്ക് എൻ്റെ വക ഒരു സമ്മാനം അല്ല. വലിയ കളക്ടർക്കായിട്ട് തിരിച്ചു വരുമ്പോ ഇതല്ല, ഇതുപോലെ പുതിയൊരെണ്ണം എനിക്ക് വാങ്ങിത്തരണം. ഇപ്പൊ ഇതിരിക്കട്ടെ. വേണ്ടായിരുന്നു ചേച്ചി. ചേച്ചിക്ക് എനിക്ക് എന്തിനാ ദേവു മൊബൈൽ ഫോൺ? അങ്ങ് വീട്ടിലേക്ക് വിളിക്കാനാണെങ്കിൽ അവിടെ ഫോണില്ല. പിന്നെ ഇവിടെ അതിനിവിടുത്തെ ഫോണുണ്ടല്ലോ. ദേവുവിൻ്റെ കയ്യിലിരുന്ന ആ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒന്ന് വിളിക്കാമല്ലോ, അല്ലേ ശാരദാമ്മേ? മാഷേ, ഒറ്റയ്ക്ക് ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടതാ. ട്രെയിനില് സൂക്ഷിച്ചോണേ. ആദ്യം അവിടെ നിന്ന് എത്തട്ടെ ശാരദേ, എന്നിട്ടല്ലേ തിരിച്ചു വരുന്ന കാര്യം. ഇങ്ങനെയൊക്കെ പറയാതെ. പിന്നെ ഇപ്പൊ തന്നെ നേരം പോയി, സമയം വൈകി. കേറ. ശരി. അല്ല, കിട്ടും കിടക്കൊക്കെ ആയിട്ട് എല്ലാരും കൂടി എങ്ങോട്ടാ യാത്ര? വല്ല സുവാസനോ മറ്റോ ആണോ മാഷേ? അതോ തപസിരിക്കാൻ അങ്ങ് ഹിമാലയത്തിലോട്ടോ? അത് എനിക്ക് മോളെയും കൊണ്ട് മുസോറിക്ക് പോകണം, ഒരു ട്രെയിനിങ്ങിന്. ഓഹോ, ഏത് മോളാ മാഷേ? മൂത്തവളോ അതോ ഇളയവളോ? മൂത്തതാണെങ്കിൽ കെട്ടും കിടക്കി എടുത്തേർത്ത് തന്നെ വെക്കേണ്ടി വരും. എന്താ പ്രശ്നം? ആ പ്രശ്നമൊക്കെ നമുക്ക് അങ്ങ് കണിയാരെ വെച്ച് നോക്കിക്കാം. തൽക്കാലം ഞങ്ങൾ ഈ മൂത്ത മോളെ അങ്ങ് കൊണ്ടുപോകും. എന്താ ഇത്? സാറേ, എന്താ സാർ, എന്തിനാ എന്റെ മോളെ കൊണ്ടുപോണേ? അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? തെറ്റും ശരിയൊക്കെ പിന്നെ പഠിപ്പിച്ചുതരാം. എന്താ പോരെ? ഇതെന്ത് ന്യായോ സാർ? തോന്നുമ്പോ ഇങ്ങനെ പിടിച്ചോണ്ട് പോവാന്നൊക്കെ പറഞ്ഞ നീ എന്താ ന്യായം പഠിപ്പിക്കാൻ വന്നതാ? എന്ത് കുറ്റം ചെയ്തിട്ടാ എന്റെ മോളെ കൊണ്ടുപോകുന്നേ? അതെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ സാർ? എന്ത് കുറ്റാണെന്ന് അറിയില്ല അല്ലേ? അലക്സാണ്ടർ പേട്ടയുടെ കൊലപാതകത്തിൽ ഒരു പ്രധാന പ്രതിയാണ് തന്റെ മോള്. എന്താ ഇനി അതിന് തെളിവെന്തേലും വേണം? ഒരു തെളിവുണ്ടാവില്ല സാർ. ഇതിനു മുമ്പ് നിങ്ങൾ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയിട്ടുള്ളതാണല്ലോ. അന്നൊന്നും കിട്ടാത്ത എന്ത് തെളിവാ സാർ ഇപ്പൊ കിട്ടിയത്? അജോക്കെ നീ ആരടി? അജിയോ? തെളിവെന്താന്ന് ബോധ്യപ്പെടുത്തണം തന്നെ. മാറി നിക്കണേ അങ്ങോട്ട്. നമ്മളിനി എന്താ ചെയ്യാ? എന്റെ ചേച്ചി അവര്. നമുക്ക് എന്തെങ്കിലും ചെയ്യാം, വിഷമിക്കാതിരിക്കേ. ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നില്ല. പോകുന്നില്ലെന്നോ? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. നമ്മളിനി എന്താ ചെയ്യാ? എന്റെ ചേച്ചി അവര്. നമുക്ക് എന്തെങ്കിലും ചെയ്യാം, വിഷമിക്കാതിരിക്കേ. ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നില്ല. പോകുന്നില്ലെന്നോ? എന്തായി പറയുന്നേ? നീ എന്തിനാ പോവാതിരിക്കുന്നേ? കാര്യങ്ങളെല്ലാം ഇത്രത്തോളം ആയിട്ട് പോവാതിരുന്നാൽ? ഇല്ല, ഞാൻ പോകുന്നില്ല. എങ്ങനെ അച്ഛാ ഞാനിത് കണ്ടിട്ട് പോകുന്ന? പ്ലീസ് പോണം. കല്യാണി ഞങ്ങൾ ഇറക്കിക്കോളാം. നിന്റെ ഭാവിയാ നോക്കേണ്ടത്.
എന്റെ മോള് പോണം. ദേവു പ്ലീസ്, ഇനി നിന്ന് സമയം കളയല്ലേ. വാ, കാറ് കേറ്. ഇവിടുത്തെ ഒരു കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഞങ്ങൾ ഇപ്പൊ തന്നെ ചെന്ന് കല്യാണി ഇറക്കിക്കോളാം. നീ സമാധാനമായിട്ട് പൊയ്ക്കോ. പിന്നെ ഈ പ്രശ്നത്തിന്റെ പേരിൽ ദേവുവിന് സിവിൽ സർവീസ് നഷ്ടപ്പെടാൻ ഇടവരരുത്. ഇപ്പോ ഈ നാടകം പ്ലാൻ ചെയ്തവർക്കും അത് തന്നെയാ ഉദ്ദേശം. അങ്ങനെ ജയിക്കാൻ അവരെ നമ്മൾ അനുവദിക്കരുത്, പ്ലീസ്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ എന്റെ കൂടെ വരണ്ട. ഇവിടെ ചേച്ചി ഇറക്കാനുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ നീ ഒറ്റയ്ക്ക് പോകാനോ? അത് സാരമില്ല ശാരദാമ്മേ, അവൾ ഒറ്റയ്ക്കല്ലല്ലോ. വഴിക്കുന്ന ദേവുവിന്റെ ഒപ്പം സെലക്ഷൻ കിട്ടി 2-3 പേര് കേറുമല്ലോ. അതെ, സമയം കളയാതെ കേറ്. വാ ശാരദാമ്മേ, ഞാൻ കൂടെ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. ഞാനും വരാം. വഴിയിൽ ഇറക്കിയാ മതി. വാ. എന്റെ മോളെ. ഇറങ്ങിങ്ങോട്ട്. അങ്ങോട്ട് നടക്ക്. നടക്കടി ഇങ്ങോട്ട്. ഇവിടെ. ഇങ്ങോട്ട് വരൂ. അന്ന് നിന്നെ ഞാൻ വെറുതെ വിട്ടു. പക്ഷേ ഇനി നീ ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങുന്നത് സത്യമെല്ലാം പറഞ്ഞതിന് ശേഷമായിരിക്കും. എത്രയാ? 20. സർ. യെസ്. എന്തു വേണം? എന്റെ മോള്, അവളെ ഒന്നും ചെയ്യരുത്. ഒരു തെറ്റും അവള് ചെയ്തിട്ടില്ല. ഹേയ്, ഞാൻ അവളെ ഒന്നും ചെയ്യില്ല മാഷേ. സത്യമെല്ലാം അവളിങ്ങ് തുറന്നു പറഞ്ഞാ മതി. അവക്കറിയാവുന്നതെല്ലാം അവൾ തുറന്നു പറഞ്ഞതല്ലേ സർ? പിന്നെ എന്താ? അവളെല്ലാം പറഞ്ഞു എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പറയാൻ ഇനിയും ഒരുപാടുണ്ട്. അതെല്ലാം പറയിപ്പിക്കും ഞാൻ അവളെ കൊണ്ട്. സാറേ, എനിക്കൊരപേക്ഷയുണ്ട്. അലക്സാണ്ടർക്ക് ഞങ്ങളോടുണ്ടായിരുന്ന വൈരാഗ്യം സാറ് തീർക്കാൻ ശ്രമിക്കരുത്, പ്ലീസ്. ആ, അപ്പോ അലക്സാണ്ടർക്ക് നിങ്ങളോട് വൈരാഗ്യം ഉണ്ടായിരുന്നു സമ്മതിച്ചല്ലോ. അതേ വൈരാഗ്യം നിങ്ങൾക്ക് അങ്ങോട്ടും ഉണ്ടായിരുന്നില്ലേ? അച്ചായനെ കൊന്ന് ആ വൈരാഗ്യം തീർക്കായിരുന്നില്ലേ നിങ്ങളുടെ മോള്, അല്ലേ? ഇല്ല സർ, എന്റെ മോൾ ആരെയും കൊന്നിട്ടില്ല. ഈശ്വരനെ സാക്ഷി നിർത്തി ഞാൻ പറയാ, എന്റെ മോൾ അല്ല അലക്സാണ്ടറെ കൊന്നത്. ശരി, പിന്നെ ആരാ അച്ചായനെ കൊന്നത്? നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറ. എന്റെ മോൾ അല്ലാന്ന് എനിക്കറിയാം, അതുമാത്രം എനിക്കറിയൂ. ഉറപ്പാണോ നിങ്ങളുടെ മോളല്ലാന്നും? അതെ. അരുണേ. സർ. ആ, ദാ ഇത് നമ്മുടെ കല്യാണിയുടെ അച്ഛനാ. അച്ചായനെ കൊന്നത് കല്യാണിയല്ലെന്നാ മാഷ് പറയുന്നു. ഇന്ന് പിന്നെ നമുക്ക് മോളെ അങ്ങ് വിട്ടുകൊടുത്താലോ? വിട്ടേക്കാം അല്ലേ? അത് സർ. എന്താ? ഓ, മോള് കൊന്നില്ലെന്നേ അച്ഛൻ പറഞ്ഞുള്ളൂ, കൊല്ലിച്ചില്ലെന്ന് പറഞ്ഞില്ല അല്ലേ? അങ്ങനെയുണ്ടല്ലോ ഒരു കാര്യം. എന്താ, നിങ്ങളുടെ മോൾ ആരെയെങ്കിലും കൊണ്ട് കൊല്ലിച്ചല്ലെന്ന് പറയാൻ പറ്റുമോ?
സാർ വേണ്ട, കൂടുതൽ ന്യായീകരണങ്ങളൊന്നും വേണ്ട. സത്യമെല്ലാം അവളുടെ വായിൽ തന്നെ വീഴ്ത്തും ഞാൻ. അത് കഴിഞ്ഞ് ആലോചിക്കാൻ വിടണോ വേണ്ടയോ? തൽക്കാലം മാഷേ ചെല്ല്. ആ ചെല്ല് മാഷേ. എനിക്ക് മോളെ ഒന്ന് കാണണമായിരുന്നു. എന്താ ഇത്ര നാളും മോളെ കണ്ടു കൊതി തീർന്നിട്ടില്ലേ? സാർ പ്ലീസ്. നോ, കാണാൻ പറ്റില്ല. അതിനു വേണ്ടി വെറുതെ സമയം കളയാതെ മാഷ് വീട്ടിൽ പോകാൻ നോക്ക്. ചെല്, മനുഷ്യനോട് വേറെ പണിയുള്ളതാ.